On 1st April 2010, Juhi company purchased a machine from Vigal Industries on HP basis. The cash price of the machine was 25,000. Cash price of the machine എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്ക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് അല്ലേ? ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ റെഡി ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പർച്ചേസിംഗ് പ്രൈസിന് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? റെഡി ക്യാഷിന് എത്ര കിട്ടും? 25,000 കിട്ടും. ഓക്കെ. The payment was to be made rupees 5,000 on the date of agreement. Okay. And balance in 4 annual installment of 5,000 plus interest at the rate of 5% per annum payable on 31st December every year. Show journal entries and ledger in the books of Juhi company assuming accounts are closed on 31st December. Depreciation at the rate of 10% per annum written off on the original cost. ഇവിടെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്നിനെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ജൂഹി കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ ജൂഹി കമ്പനി പർച്ചേസ്ഡ് എന്നാ പറഞ്ഞു അല്ലെ? വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇയാൾ ആരാണ്? ഹയർ പർച്ചേസർ. അപ്പൊ നിങ്ങൾ ഇനി ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഹയർ പർച്ചേസ് ഹയർ വെണ്ടർ എന്ന് പറയാൻ പാടില്ല, ഇവരെ പേര് പറയണം. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. എ മെഷീൻ, ഇതാണ് എന്ത്? അസറ്റ് അല്ലെ? നിങ്ങൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടർ എന്നല്ല പറയാറുള്ളത്. ഇവിടെ അസറ്റ് എന്ന് പറയരുത്, എന്ത് പറയണം? മെഷീൻ എന്ന് പറയണം. അസറ്റ് ഇവിടെ അസറ്റ് എന്താണ്? മെഷീനാണ്. ശരി. ഫ്രം വീഗാൾ ഇൻഡസ്ട്രീസ്. ഓക്കെ. അപ്പൊ വീഗാളിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയെങ്കിൽ ഇവരാണ് ആര്? ഹയർ വെണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയരുത്? ഹയർ വെണ്ടർ എന്ന് പറയരുത്. ജേർണൽ എൻട്രിയിൽ എന്താ പറയേണ്ടത്? വീഗാൾ എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. HP ബേസിസിലാണ് വാങ്ങുന്നത്. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീൻ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. 25,000. നിങ്ങൾ ഇപ്പൊ 25,000 കൊടുത്താൽ 25,000 രൂപയ്ക്ക് ഈ മെഷീൻ തരും. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് അങ്ങോട്ട് കൂടും. അതല്ലേ പറഞ്ഞത്? ആണ്. The payment was to be made rupees 5,000 on the date of agreement. അഗ്രിമെന്റിൽ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൗൺ പേയ്മെന്റ്. എന്താ വിളിക്കുക? ഡൗൺ പേയ്മെന്റ് എന്ന് വിളിക്കും. And balance in 4 annual installment. ബാലൻസ് അതായത് 25,000-ൽ 5,000 ഇപ്പോൾ കൊടുക്കും. എന്താണിത്? ഡൗൺ പേയ്മെന്റ് ആണ്. ബാക്കിയുള്ള എമൗണ്ട് എത്രയാ? 20,000. ബാക്കി എത്രയാണ്? 20,000. അതിനാ 4 ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ 20,000/4 ഇസിക്കൽ ടു ഒരു ഇൻസ്റ്റാൾമെന്റ് ആണ് എത്ര ഉണ്ടാവുക? 5,000. അപ്പൊ 5,000 ഇങ്ങനത്തെ 4 എന്ന് പറഞ്ഞാൽ 25,000 തന്നെയല്ലേ വരുന്നുള്ളൂ. അതില് എന്തെങ്കിലും അധികം വരുന്നുണ്ടോ? വരുന്നുണ്ട്. 5,000 പ്ലസ് ഇൻട്രസ്റ്റ്. 5,000 പ്ലസ് ഇൻട്രസ്റ്റും കൂടെ വരുന്നതായിരിക്കും അവരുടെ റീപേയ്മെന്റ് എന്ന് പറയുന്നത്, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അപ്പം പ്രീമിയം ഇൻട്രസ്റ്റ് എത്ര ചാർജ് ചെയ്യുന്നത്? 5%. നേരത്തെ 10% വെച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഡൗൺ പേയ്മെന്റിന് കൊടുത്തു കഴിഞ്ഞതിന്റെ മുകളിൽ 5% എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ദെൻ ഇവിടെ എല്ലാ വർഷവും നമ്മൾ ഏത് ഇയറിലാ അല്ല ഏത് ഡേറ്റിലാണ് ക്ലോസ് ചെയ്യുന്നത്? 31st ഡിസംബറിനാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നത്. സോ ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ജൂഹി കമ്പനി എന്ന് പറഞ്ഞാൽ ജൂഹി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹയർ പർച്ചേസറുടെ ബുക്ക് മതി. ആരെ വരയ്ക്കണ്ട? ഹയർ വെണ്ടർ വേണ്ട, അതായത് വീഗാളിന്റെ വേണ്ട. ആരെ ബുക്ക് വരച്ചാൽ മതി? ജൂഹിന്റെ ജേർണൽ എൻട്രി എഴുതുക, അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാൻ. അസ്യൂമിങ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണ്? 10% ചാർജ് ചെയ്യണം. ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഞാൻ പറയാം. വാങ്ങിയത് എപ്പോഴാണ്? 1st April 2010 ആണ്. നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വാങ്ങിയിരിക്കുന്ന എപ്പോഴാണ്? 1st April 2010 വാങ്ങി. ശരി. ഇവിടെ സ്റ്റാർട്ട്. അപ്പൊ ഇവിടെ എന്ത് ജേർണൽ എൻട്രി എഴുതേണ്ടി വരും? അസറ്റ് വാങ്ങുന്ന ജേർണൽ എൻട്രി വേണ്ടി വരും. അതുപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന ജേർണൽ എൻട്രി എന്ത് ചെയ്യും? ഈ ഡേറ്റിൽ, ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡേറ്റിൽ നമ്മൾ എഴുതേണ്ടി വരും. ശരിയല്ലേ? 2 ജേർണൽ എൻട്രി 2010 നമ്മൾ എഴുതും ഓൺ 1st April 2010 അല്ലെ? അസറ്റ് വാങ്ങുന്ന എഴുതും, ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന എഴുതും. ഇനി ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എഴുതും. എപ്പ എഴുതുക? ഓൺ 31st
ഡിസംബർ 2010. ഇതിന്റെ അവസാനം നമ്മൾ എന്ത് എഴുതും? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എഴുതും. പിന്നെ എന്ത് എഴുതും? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന എഴുതും. പിന്നെ എന്ത് എഴുതും? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന എഴുതും. പിന്നെ എന്ത് എഴുതും? ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുന്ന എഴുതും. പിന്നെ എന്ത് എഴുതും? ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യുന്ന എഴുതും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ 2010 കഴിഞ്ഞു. എത്ര കൊല്ലം കൊണ്ട് അവർ തീർക്കും പറഞ്ഞത്? 4 വർഷം കൊണ്ടാ. 4 വർഷത്തെ ജേണൽ എൻട്രി എഴുതണം. നോക്കിയേ, അടുത്ത വർഷത്തിലേക്ക് കഴിഞ്ഞു. ഏതാ വർഷം ഇത്? 2011. ഇതായിരുന്നു 2010 ആയിരുന്നു അല്ലെ? 2011 വീണ്ടും അസറ്റ് വാങ്ങുമോ? വീണ്ടും ഡൗൺ പേയ്മെന്റ് കൊടുക്കുമോ? സോ നോ ജേണൽ എൻട്രി ഓൺ ബിഗിനിങ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ, then payment of installment, പിന്നെയോ charging of depreciation, then closing of interest. 2011 is over. ഇനി അങ്ങോട്ട് കടക്കുന്നു 2012 കടക്കുന്നു. ഓപ്പണിംഗിൽ എന്തെങ്കിലും എഴുതാനുണ്ടാവോ? നോ. ക്ലോസിംഗിൽ എഴുതാനുണ്ടാവോ? ഉണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു, ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു, then charging of depreciation, closing of interest, closing of depreciation. Year 1, 2, 3. ഇനി ഒരു വർഷം കൂടെ കിടക്കുന്നുണ്ട് അല്ലെ? 2013 ജേണൽ എൻട്രി. അതിൽ വീണ്ടും എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. പിന്നെന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കും. പിന്നെന്ത് ചെയ്യും? ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ, പിന്നെ ക്ലോസിംഗ് ഓഫ് ഇൻട്രസ്റ്റ്, then ക്ലോസിംഗ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇത്രയും ജേണൽ എൻട്രി നമ്മൾ ഇപ്പം വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ ജേണൽ എൻട്രി എഴുതുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? നമ്മൾ എത്ര രൂപയുടെ അസറ്റ് ആയിരുന്നു? 25,000. ശരിയല്ലേ? ഈ 25,000 രൂപയ്ക്ക് നമ്മൾ 2010 ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ടോ? കാരണം എന്താണ്? 5,000 രൂപ എന്ത് കൊടുത്തിട്ടുണ്ട്? TP കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? അതും കഴിച്ച് ബാക്കി എത്ര കൊടുക്കാനുണ്ടാവുള്ളൂ? 20,000 രൂപയെ കൊടുക്കാനുണ്ടാവുള്ളൂ. അതിന് എത്ര ശതമാനം പറഞ്ഞത്? 5%. അപ്പൊ 20,000ന്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 20,000ന്റെ 5%. 20,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,000. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,000 ആണെന്ന് നിങ്ങൾ പറയും. 20,000ന്റെ 5% എന്ന് പറഞ്ഞാൽ 1,000 തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2010 ഫുൾ ഇയർ ഇല്ല. അത് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 4-ാം മാസം. ഏതാ 4-ാം മാസം? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസമുള്ളൂ? 9 മാസം ഇൻട്രസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 9/12. അപ്പൊ 1000 മുഴുവനായിട്ട് കൊടുക്കാനുണ്ടാവില്ല. എത്രയേ ഉള്ളൂ? 1000 × 9/12. 9/12 എന്ന് പറഞ്ഞാൽ 3/4. 3/4 × 10,000 എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറഞ്ഞാൽ 750 രൂപ എന്ത് വരുള്ളൂ? ഇൻട്രസ്റ്റ് വരുള്ളൂ. ഈ കാൽക്കുലേഷൻ നടത്തിയാലേ നമുക്ക് ഈ ജേണൽ എൻട്രി ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇനി 2011 ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 2011 നിങ്ങൾ പറ, എത്ര കൊടുക്കാനുണ്ടാവും നമ്മൾ 2011? നിങ്ങൾ പറ. 25,000 നമ്മൾ വാങ്ങിയതാണ്. ശരിയല്ലേ? ദെൻ നമ്മൾ ആ വർഷം തന്നെ 5,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? ആ വർഷം തന്നെ ഒരു ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടുണ്ടാവൂലേ 5,000ന്റെ? ഇല്ലേ? 5,000 പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പൊ മുതലിലേക്ക് 5,000 പോകൂലേ? 5,000 പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എത്ര കൊടുക്കാനുള്ളൂ? 15,000 കൊടുക്കാനുള്ളൂ. എത്ര കൊടുക്കാനുള്ളൂ? 15,000. പക്ഷെ ഇതെന്താ, നമ്മള് മന്ത്ലി കൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രപ്പോർഷൻ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു വർഷം മുഴുവൻ ഉണ്ട് അല്ലെ? ഇത് ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ട്. അതുകൊണ്ട് 15,000 × 5%. 15,000 × 5%. എത്ര വരും? 15,000ന് 5%. 1,500ന് നേരെ പകുതി. എത്ര വരും? 750. എത്ര വരും? 750. 5%. 15,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 1,500 ആണ്. 5% എന്ന് പറഞ്ഞാൽ 750 ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ശരി. നമുക്കിനി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. എല്ലാ ആളുകളും ഫോർമാറ്റ് വരച്ചോളൂ. ജേണൽ എൻട്രിന്റെ ഫോർമാറ്റ് വരച്ചോളൂ.